ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് മെയ് 30 കേട്ടോ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇഡലിയും കടലക്കറിയും. അപ്പം ഇന്ന് തലേദിവസം മാവ് അരച്ച് വെച്ചതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായി. അപ്പം ഇഡലി ആക്കാമെന്ന് വിചാരിച്ചു. ഇഡലിയും കടലക്കറിയാക്കി ഞാൻ അവന് കൊടുത്തു. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയാൽ ഇവിടുത്തെ കാര്യമൊക്കെ ശരിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓൻ ഗിരീശേട്ടൻ്റെ ഒപ്പം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചിക്കനും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാട്ടോ വന്നേ. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് കുറച്ച് ബിരിയാണി ആക്കാം, പിന്നെ വൈകുന്നേരം ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ എനിക്ക് പണി കിട്ടി. എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ. എൻ്റെ കൈ മുറിഞ്ഞു. ഞാൻ എന്നിട്ട് വേഗം കെട്ടി വെച്ചു. കാരണം അത് നോക്കിക്കൊണ്ട് നിന്നാൽ ബാക്കിയുള്ള പണികളൊന്നും ആവില്ല. അപ്പോൾ വേഗം ഞാൻ ചിക്കനൊക്കെ ക്ലീനാക്കി. ചിക്കൻ ക്ലീനാക്കാൻ എനിക്ക് കുറേ സമയം വേണം. അതിനെ കഴുകി കുളിപ്പിച്ച് ഞാൻ എടുത്തിട്ട് ഞാൻ അത് കറിയാക്കാനായാലും എന്തിനായാലും, ചിക്കനായാലും മീനായാലും എന്ത് നോൺ വെജ് ആയാലും ഞാൻ അങ്ങനെ നല്ലോണം കഴുകും. നല്ലോണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കഴുകും. സാധാരണ എല്ലാവരും കഴുകുന്നതിനേക്കാളും കുറച്ചധികം കഴുകും. അതെനിക്ക് മുമ്പേ ഉള്ള ശീലമായിട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് മിക്സാക്കി ഈ ഒരു മസാല അതിൽ പുരട്ടി വെക്കണം. ഞാൻ അതിൽ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. നമ്മളിത് കുറച്ച് സമയം മൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ വേഗം മസാല പിടിക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ അത് വെച്ചിട്ട് ഞാൻ നെയ്ച്ചോറല്ല ബിരിയാണിയുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മസാല ആദ്യം ഇടുക കേട്ടോ. മസാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഉണ്ട സാധനം കിട്ടില്ല, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അതും ഈ കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം കൂടി കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തു കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പിന്നെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അത് ഈ ചോറ് നമ്മളെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി അതൊന്നും ചേർക്കുന്നത്. ആദ്യമൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ പഠിച്ചതാട്ടോ ഇത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ വീഡിയോയിലെല്ലാം കണ്ട് പഠിച്ചു. പിന്നെ എൻ്റെ അനിയൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം. അങ്ങനെ ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിരിയാണി ഉണ്ടാക്കും. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. എന്നാൽ ഉണ്ടാക്കി കൊടുത്തവർ അഭിപ്രായം പറയുമ്പോൾ വലിയ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആദ്യമൊക്കെ വലിയ രസം ഉണ്ടായിരുന്നില്ല, ഇപ്പം നല്ല ടേസ്റ്റായി വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചായപാത്രത്തിലായിട്ട് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ അരി കഴുകിയിട്ട് പിന്നെ വെള്ളമൊക്കെ വാർത്തിട്ട് അതിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. പിന്നെ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. അത് ആ ചോറ് കുഴഞ്ഞു പോയാൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ അതിലത്തേക്ക് അരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇന്ന് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. മഴയുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വൃത്തിയാക്കിയ സ്ഥലം ഒരു ഭംഗിയില്ലാത്ത പോലെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. പിന്നെ ഞാൻ ഈ പരട്ടി വെച്ച ചിക്കൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് വറുത്തെടുത്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ചിക്കനിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാട്ടോ ഞാനത് പൊരിച്ചെടുക്കുന്നത് ചിക്കൻ. പിന്നെ അപ്പോൾ ആ സൈഡിൽ ചോറ് വേവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചോറ് ഇളക്കി കൊടുത്തു. കാരണം എന്താ വെച്ചില്ലെങ്കിൽ അടിക്ക് പിടിച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഈ അരി വേഗം വേവുമല്ലോ. പിന്നെ ഞാൻ നമ്മളെ മസാല ആക്കാനുള്ള ഉള്ളിയും പിന്നെ നമ്മളെ കച്ചമ്പറ ആക്കാനില്ലേ കക്കിരിക്കയും എല്ലാം കൂടി വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചു കേട്ടോ. ഉള്ളിയും പച്ചമുളകും തക്കാളിയെല്ലാം. കാരണം എന്താ വെച്ചാൽ അത് അവിടെ കുറച്ച് സമയം ഇട്ട് വെച്ചില്ലെങ്കിൽ ഇപ്പോൾ മൊത്തം വിഷമല്ലേ. അങ്ങനെ നോക്കി നമുക്ക് ശരിക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും കുറച്ച് സമയം ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് പിന്നെ എനിക്ക് കൈ നീറുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാകുമ്പോൾ ഭയങ്കര കത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. ഇത് വഴറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഇത് നല്ലോണം ഇതാവണം. അതിന് മുന്നേ ഈ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ ഉള്ളി ഇടുന്നതിന് മുന്നേ മസാല മറ്റേ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ആ പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൻ എണീറ്റാകുമ്പോൾ ഓനെയും കൊണ്ട് തന്നെ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടാട്ടോ അവൻ എണീക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കി ഏകദേശം പകുതിയൊക്കെ ആയായിരുന്നു ഇവൻ എണീക്കുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ ആ ചട്ടി മാറ്റി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ചട്ടിയുടെ അടിക്ക് നന്നായിട്ട് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞ് പിടിക്കുന്നതുകൊണ്ട് ഞാനത് മാറ്റിയതാട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്നു.
പിന്നെ പിന്നെ അപ്പോൾ ബാക്കി ഈ ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി വേഗം ഇതാവുമല്ലോ ഇതിൽ, അതുകൊണ്ട് തക്കാളി കുറച്ച് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അത് ആവിയിൽ നന്നായിട്ട് വെന്തോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിനകത്ത് ഇടേണ്ട അണ്ടിപ്പരിപ്പിനകത്തൊക്കെ എടുത്ത് കുറച്ച് തിന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും ആക്കാൻ അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അതുകൊണ്ട് അമ്മ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേറെ ഒന്നും ചെയ്തു തരണ്ട, എല്ലാ പണിയായി എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ അമ്മ ചോറും കറിയൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് അറിയാം അത് എന്താ ചെയ്യേണ്ടത്, ഇത് അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ നോക്കിയിരുന്നോളാൻ പറഞ്ഞു ഞാൻ. പിന്നെ ഞാൻ ഈ നെയ്യ് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൈസും റെഡിയായി, ഈ ചിക്കൻ്റെ ഗ്രേവിയും റെഡി, നമ്മളെ ഈ മസാല റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം, വറുത്തെടുക്കണം. പിന്നെ ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അത് മാറ്റി വെച്ചിട്ട് അതേ നെയ്യിൽ തന്നെ ഈ ഉള്ളി വറുത്തെടുക്കാം നമുക്ക്. കുറച്ച് ഉള്ളി മതി, നമ്മൾ ആവശ്യത്തിന് എത്ര ആൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉള്ളി എടുത്താൽ മതി. അങ്ങനെ ഉള്ളി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തീ കൂട്ടി വെച്ച് കുറച്ച് നല്ലോണം ഉള്ളി മൂപ്പിച്ചെടുക്കുക കേട്ടോ. കുറച്ചൊരു കരിഞ്ഞ പോലെ ആ ഒരു സംഭവം അങ്ങനെ ആകുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ മസാലയിലേക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന്, പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഓൾറെഡി നമ്മൾ നേരത്തെ റൈസ് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് കേട്ടോ വേവിക്കുന്നത്, ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ആ ഉപ്പിട്ട് വേവിച്ചിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉപ്പും കൂടി ആകുമ്പോൾ കണക്കായിരിക്കും. അപ്പോൾ അത് രണ്ടും നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോയാൽ പ്രശ്നമാവും. അങ്ങനെ അത് ഞാൻ അടച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈ മുന്തിരിക്ക് വേണ്ടി ഇവനിങ്ങനെ അടുക്കളയിൽ കൂടി കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് എടുത്തോണ്ട് പോയി കഴിക്കുന്നുണ്ട്. പിന്നെ അച്ഛനിങ്ങനെ ഒന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ ഉള്ളൂ. അച്ഛനും ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചു നീ ഇതെങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചേ, ഇതിങ്ങനെ. ഞാൻ പറഞ്ഞു അത് ഞാനിങ്ങനെ നോക്കി നോക്കി പഠിച്ചു പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഇനിയിപ്പോൾ നമുക്കിത് ദമ്മിട്ട് വെക്കണം കുറച്ച് സമയം. എന്നിട്ട് ഞാനത് വേറൊരു ഉരുളിയിലേക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി മാറ്റിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒറ്റിച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒറ്റിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ നെയ്യ് നല്ലോണം ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ നെയ്യിൽ തന്നെയാണ് അധികം ഉണ്ടാക്കുന്നത്. പിന്നെ നെയ്യ് നല്ലോണം കൂട്ടിയിട്ടാണ് ഉണ്ടാക്കൽ. പുറത്തുനിന്ന് കിട്ടുന്ന ബിരിയാണിയിൽ നമുക്ക് നെയ്യൊന്നും അത്ര കൂട്ടുന്നില്ലെന്നൊന്നും, പകരം ഡാൽഡിയ മറ്റൊന്നും ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബിരിയാണി കളർ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് കളർ വേണമെങ്കിൽ വേറൊരു കുട്ടൻസ് ഉണ്ട്, ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം. അപ്പം ഞാനിങ്ങനെ ബാക്കി വറുത്തെടുത്ത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ വെതറി കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഒന്ന് മേലെ കൂടി വെതറി തൂവി കൊടുത്തു. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഇലകളും പച്ചപ്പ് നിറഞ്ഞ ബിരിയാണി അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളറ്, അതായത് ബിരിയാണിയുടെ നമ്മളിങ്ങനെ ബിരിയാണി കോരി എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ നിറമൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ ആ മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ട് വേറൊരു പരിപാടി ചേർക്കാം. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പൈനാപ്പിൾ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ ഇടുന്നത്. അപ്പോൾ പൈനാപ്പിളും ക്യാരറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ പൈനാപ്പിൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇടാതിരിക്കാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇട്ടാലും അറിയൊന്നുമില്ല, അത് അതിനകത്ത് വെന്ത് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഈ നെയ്യിലൊന്ന് ഇതാക്കി നമ്മളൊന്നിങ്ങനെ ഒറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും. വലിയൊരു കളറല്ല, നല്ലോണം ഒഴിക്കരുത്, അപ്പോൾ ഒരു മഞ്ഞച്ചോറ് പോലെയൊക്കെ ആയിപ്പോൾ. അപ്പോൾ അങ്ങനെ മേലേന്ന് പിള്ളേരൊക്കെ വിളിച്ചതായിരുന്നു, പക്ഷേ അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു, എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ മാത്രം ഉണ്ടായിരുന്നു, അവൻ മാത്രം വന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. പിന്നെ പിറന്നാളുകാരന് ഞാൻ ആദ്യം കൊടുത്തു. പിന്നെ വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ആൾക്ക്. അത് ഹോട്ടലത്തെ ബിരിയാണിയാണ് കൂടുതൽ താല്പര്യം, നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതിനോടൊന്നും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഗിരീഷേട്ടൻ വരാൻ കുറേ ലേറ്റായി, നമ്മൾ കുറേ കാത്തിരുന്ന് മടുത്ത് നമ്മൾ കഴിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 7:30 ആയപ്പോൾ വരുമ്പോൾ കേക്ക് മേടിച്ചിട്ട് കേട്ടോ ആൾ വന്നത്. അങ്ങനെ കേക്കൊക്കെ മേടിച്ചു, കേക്ക് മുറിച്ചു കേട്ടോ. കേക്ക് മുറിച്ചു. പിന്നെ
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പോയി പിള്ളേരെ മേളിലേക്ക് കേക്കും കൊടുത്ത് കൊണ്ടുപോയിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബായ്.